സോ ടുഡേ DSBM ഒരു റിവിഷൻ ക്ലാസ് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഇതുവരെ DSBM കവർ ചെയ്ത പോർഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ക്വിക്ക് ആയിട്ട് വേഗം തന്നെ നമുക്കൊന്ന് വായിച്ചു പോകാം. ഏറ്റവും ആദ്യം ഞാൻ ഇൻവെന്ററിയുടെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പം ഇൻവെന്ററിയുടെ നോട്ട്സ് ഒന്ന് എടുത്ത് വെക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പം എന്തിനാണ് ഇൻവെന്ററി? ഇറ്റ് ഇസ് ദ പർപ്പസ് ഓഫ് ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറയുന്നത് ഒരു ബിസിനസ് എന്റർപ്രൈസസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കറന്റ് അസറ്റിനെയാണ് അല്ലെ നമ്മൾ ഇൻവെന്ററി എന്ന് വിളിക്കുന്നത്. സോ ഫോർ സ്മൂത്ത് റണ്ണിങ് ഓഫ് എ ബിസിനസ് എന്റർപ്രൈസസ് നമ്മൾ ഇൻവെന്ററി പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സോ എക്സസീവിന്റെ ഇനാഡിക്വേറ്റ് മീൻ ബിറ്റ്വീൻ ആയിട്ട് നിൽക്കുന്ന ഒന്നിനെയാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. സോ ആ എക്സസിനും ഇനാഡിക്വേറ്റിന്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഒപ്റ്റിമം ലെവൽ ഓഫ് ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പം ഒരു ഇൻവെന്ററിയെ സംബന്ധിച്ചും അതിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻവെന്ററി മിനിമം കോസ്റ്റിൽ മുമ്പോട്ട് കൊണ്ടുപോവുക. അതായത് ഇൻവെന്ററിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം. ലോ കോസ്റ്റ് പ്ലാന്റ് ഓപ്പറേഷൻസ് ആൻഡ് മാക്സിമം കസ്റ്റമർ സർവീസ്. ഓക്കെ, ദെൻ കസ്റ്റമർ സർവീസ് എങ്ങനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാം? കസ്റ്റമർ സർവീസിന്റെ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് ഹൈ ലെവൽ പ്രൊഡക്ഷൻ, അതായത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡിമാൻഡിനെയൊക്കെ മീറ്റപ്പ് ചെയ്ത് പ്രൊഡക്ഷൻ നടത്തുമ്പോഴാണ് നമുക്ക് കസ്റ്റമർ സർവീസ് റീച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി ഡിഫറെന്റ് മെത്തേഡ്സ് അറിയാലോ, ഏതൊക്കെയാണ്? ABC, EOQ, പെർഫ്യൂട്ടറി, റിവ്യൂ ഓഫ് സ്ലോ ആൻഡ് ഫാസ്റ്റ് മൂവിംഗ് അല്ലെങ്കിൽ നോൺ മൂവിംഗ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ, സെറ്റിംഗ് ഓഫ് വേരിയസ് ലെവൽസ്, യൂസ് ഓഫ് മെറ്റീരിയൽ ബഡ്ജറ്റിംഗ്, ദെൻ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് ഇഫക്റ്റീവ് പർച്ചേസ് പ്രൊസീജിയേഴ്സ്. ഇത്രയുമാണ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടുള്ള ടെക്നിക്കുകൾ. എന്തൊക്കെയാണ് ഇൻവെന്ററിയുടെ ഫങ്ഷൻസ്? ഒന്ന്, പരമാവധി നമ്മൾക്ക് ഇൻവെന്ററിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ കുറയ്ക്കുക. മാർക്കറ്റ് എങ്ങനെയാണ് എന്ന് മുമ്പിലേക്ക് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തി പ്രൊഡക്ഷനും സപ്ലൈയും ഒക്കെ കൂട്ടിക്കൊണ്ട് വരിക. സഫീഷ്യന്റ് ആയിട്ടുള്ള സ്റ്റോക്കിനെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഫിനിഷ്ഡ് പ്രോഡക്റ്റിനെ സ്റ്റോർ ചെയ്യാനുമുള്ള ഏരിയാസ് കൃത്യമായ ഇടവേളകളിൽ അതിനെ ഡെലിവറി ചെയ്യുക. ദെൻ പ്രോപ്പർ റെക്കോർഡ്സ്, ആക്യുറേറ്റ് സ്റ്റോറേജ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഡേഞ്ചർ, അല്ലെങ്കിൽ സാധനം ഇല്ലാണ്ട് വരും എന്നുള്ള ആ ഒരു കണ്ടീഷൻ അവോയ്ഡ് ചെയ്യുക. ഇത് ഇത്രയുമാണ് നമ്മൾ ഫങ്ഷൻസ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ABC അനാലിസിസ് എടുത്താൽ അറിയാലോ, A ഐറ്റം, B ഐറ്റം, C ഐറ്റം. A ഐറ്റം എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ്ലി. B ഐറ്റം ഒരു മീഡിയത്തിലായിരിക്കും. C ഐറ്റം വിൽ ബി ചീപ്പ് ഐറ്റം. ഇൻവെന്ററിയുടെ ഒരു 10% മാത്രമേ A കവർ ചെയ്യുന്നുള്ളൂ, പക്ഷെ 70% ബഡ്ജറ്റ് കവർ ആവുന്നുണ്ട്. BA സംബന്ധിച്ചിടത്തോളം 20% ടോട്ടൽ ഇൻവെന്ററി, 20% ടോട്ടൽ ബഡ്ജറ്റ്. CA സംബന്ധിച്ചിടത്തോളം 70% ടോട്ടൽ ഇൻവെന്ററി, 10% മാത്രമേ അത് എന്ത് ചെയ്യുന്നുള്ളൂ? ടോട്ടൽ ഇൻവെന്ററിയുടെ എക്സ്പെൻഡിച്ചർ ആയിട്ട് എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് EOQ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അതെന്ന് പറയുന്നത് എങ്ങനെയാണ്? എത്ര സബ്സ്റ്റൻസ്, എത്ര സാധനം വാങ്ങണമെന്ന് നമുക്ക് EOQ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ആൻഡ് ദ കറക്റ്റ് ഓർഡർ, കറക്റ്റ് ക്വാണ്ടിറ്റി ടു ബൈ എന്ന് പറയുന്നത് അവിടെ ഓർഡറിങ് കോസ്റ്റും അതേപോലെ തന്നെ ക്യാരിയിങ് കോസ്റ്റും മിനിമത്തിലായിരിക്കും. ഓർഡറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ പേപ്പർ, പ്രിന്റിങ്, ടൈപ്പിങ്, അപ്പൊ ഫയലിങ്, അങ്ങനെയുള്ള നമുക്ക് ഒരു സാധനം ഓർഡർ ചെയ്യുമ്പോൾ വേണ്ടുന്ന മിനിമം ആയിട്ടുള്ള കോസ്റ്റ് ആണ് ഇൻവെന്ററിയിൽ ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇൻഷുറൻസ്, ദെൻ ടാക്സ്, സാലറീസ് ഓഫ് ദ സ്റ്റോർ കീപ്പർ, ദെൻ പിൽഫലേജ്, വേസ്റ്റ്, ബ്രേക്കേജ്, അങ്ങനെയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി മെത്തേഡ്സ് ഫോർ ഡിറ്റർമൈനിങ് EOQ. അപ്പൊ EOQ എന്ന് പറഞ്ഞാൽ എന്താ? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അപ്പം EOQന്റെ മെത്തേഡ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. 3 മെത്തേഡാണ്. ഒന്ന് ടാബുലർ ഡിറ്റർമിനേഷൻ, 2 ഗ്രാഫിക്കൽ, മൂന്നാമത് ബൈ ആൾജിബ്രിക് ഫോർമുല. ടാബുലർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ടേബിൾ വരയ്ക്കുക, ആ ടേബിളിനകത്തേക്ക് നമ്മുടെ ഓരോ വാല്യൂസ് വിടുക. ഓക്കെ, അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെറ്റീരിയൽസ് എത്ര വേണം, എത്ര നാൾ കൂടുമ്പോൾ രണ്ടാമത് ഓർഡർ ചെയ്യണം എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വേണ്ടുന്ന സാധനത്തെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. കോസ്റ്റ്, അതായത് ക്വാണ്ടിറ്റിയും ഓർഡർ ടു ക്യാരിയിങ് കോസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. സോ കൃത്യമായിട്ട് ഓർഡർ സൈസ് അറിയാൻ പറ്റും. മൂന്നാമത്തെ ഡിറ്റർമിനേഷൻ ഓഫ് EOQ by algebraic method, that is root of 2AB by CS. അതാണ് algebraic method. അപ്പം A എന്താണ്? A is for annual consumption, B is for buying cost, C എന്ന് പറയുന്നത് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ, ആൻഡ് S എന്ന് പറയുന്നത് സ്റ്റോറേജ് ആൻഡ് അതർ ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ്.
ഇനി അടുത്ത പെർപ്യൂച്വൽ ഇൻവെന്ററി സിസ്റ്റം. പെർപ്യൂച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് എ മെത്തേഡ് ഓഫ് റെക്കോർഡിംഗ്, അതായത് സ്റ്റോർ ബാലൻസ്, റെസീപ്റ്റ് ആൻഡ് ഇഷ്യൂ ടു ഫെസിലിറ്റേറ്റ് റെഗുലർ ചെക്കിംഗ് അല്ലെങ്കിൽ ക്ലോസിംഗ് ഡൗൺ, സ്റ്റോക്ക് ടേക്കിംഗ്, അതൊക്കെ അതിന് വേണ്ടിയിട്ട് റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അതിപ്പോ നമുക്ക് ഇത്ര സ്റ്റോക്ക് ഉണ്ട് ഇത്ര സ്റ്റോക്ക് ഉണ്ട് നമുക്ക് നമ്മുടെ റെക്കോർഡിംഗ് അറിയാനായിട്ടാണ് നമ്മൾ പെർപ്യൂച്വൽ ഇൻവെന്ററി സിസ്റ്റം നോക്കുന്നത്. ദിസ് ഇസ് എ മെത്തേഡ് ഓഫ് റെക്കോർഡിംഗ് the store balance after every receipt and issue to facilitate regular checking and to prevent closing down for stock taking. അപ്പം റെസീപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ബിൻ കാർഡിലേക്ക് നമ്മൾ ആ എൻട്രി ചെയ്യും, എന്നിട്ട് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യും. ഈ ബിൻ കാർഡ് എന്ന് പറയുന്നതാണ് പെർപ്യൂച്വൽ ഇൻവെന്ററി റെക്കോർഡ് ആൻഡ് സ്റ്റോർ ബാലൻസ്. ഇറ്റ് ഈസ് റെക്കോർഡ് കണ്ടിന്യൂസ്ലി ആഫ്റ്റർ എവറി റെസീപ്റ്റ് ആൻഡ് ഇഷ്യൂ. Then all errors detected are adjusted both in bin card and store ledger. ഓരോന്ന് നോക്കാം. പെർപ്യൂച്വൽ സിസ്റ്റം ഇൻവെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? ദിസ് ഈസ് മെയിൻലി യൂസ്ഡ് ടു അഡ്ജസ്റ്റ് അല്ലെങ്കിൽ ടു റെക്കോർഡ് നമ്മുടെ മെത്തേഡുകൾ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. ആയത് ബിൻ കാർഡ്. ബിൻ കാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ഈസ് എ ഡോക്യുമെന്റ് മെയിൻറ്റെയിൻ ബൈ ദ സ്റ്റോക്ക് ലെഡ്ജർ. ഇൻ ദിസ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും ഓൾ ദ ഐറ്റംസ് അല്ലെങ്കിൽ സ്റ്റോറിലുള്ള മൊത്തം മെറ്റീരിയലിന്റെയും ഗുഡിന്റെയും റെക്കോർഡ് ചെയ്യുന്നതാണ് ബിൻ കാർഡ്. ഓക്കെ, സോ ബിൻ കാർഡ് എന്ന് പറയുന്നത് ഒരു റെഡി റെഫറൻസ് ആണ്. അപ്പൊ എത്ര മെറ്റീരിയൽ റിസീവ് ചെയ്തു, എത്രണ്ണം കൊടുത്തു, എത്രണ്ണം സ്റ്റോക്കിലുണ്ട് എന്നുള്ളത് ഒരു കാർഡിൽ എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ ബിൻ കാർഡ് എന്ന് വിളിക്കുന്നത്. സോ ഓരോ മെറ്റീരിയലിനും ഓരോ ബിൻ കാർഡ് സൂക്ഷിക്കാം. So each receipt, issue അല്ലെങ്കിൽ return is recorded bin card in a chronological order and latest balance is shown after each receipt is issued. അപ്പൊ നമ്മൾ ഈ സാധാ ചിട്ടിയുടെ ഒക്കെ പൈസയൊക്കെ ഉള്ള കാർഡ് പോലത്തെ ഒരു കാർഡാണ്. എത്ര ക്വാളിറ്റി വാങ്ങി, എത്ര എണ്ണം കൊടുത്തു, ബാക്കി എത്രയുണ്ട്, അതൊരു കാർഡിനകത്ത് എഴുതി വെക്കുന്നതാണ് ബിൻ കാർഡ്. നെക്സ്റ്റ് ഈസ് സ്റ്റോർ ലെഡ്ജർ. സ്റ്റോർ ലെഡ്ജർ ഉപയോഗിക്കുന്ന ആരാണ്? അക്കൗണ്ട് സെക്ഷൻ അല്ലെങ്കിൽ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റുകാരാണ് സ്റ്റോർ ലെഡ്ജർ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത്. സിമിലർ ആണ്, പക്ഷേ വ്യത്യാസം എന്താന്ന് വെച്ചാൽ ദീസ് ആർ ലൂസ് ലീഫ് കാർഡ്സ്. കാരണം നമുക്കതിനെ വേഗം എടുത്ത് മാറ്റാനും തിരിച്ചു വെക്കാനും പറ്റും. അവിടെ മാക്സിമം സ്റ്റോക്ക്, മിനിമം സ്റ്റോക്ക്, റീ ഓർഡർ സ്റ്റോക്ക്, ഓർഡറിംഗ് ക്വാണ്ടിറ്റി, ബിൻ നമ്പർ, കോഡ് നമ്പർ, ലൊക്കേഷൻ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ മെറ്റീരിയൽസ്, അങ്ങനെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റുകാർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ എല്ലാം വെക്കുന്നതാണ് സ്റ്റോർ ലെഡ്ജർ. ബിൻ കാർഡ് എന്ന് പറഞ്ഞാൽ മിനിമം എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എത്ര എണ്ണം നമ്മൾ എന്താ പറയാ ഇഷ്യൂ ചെയ്തു, എത്ര എണ്ണം റിട്ടേൺ വന്നു എന്നുള്ളതൊക്കെയാണ് ഇതിനകത്തുള്ളത്, ബിൻ കാർഡിനകത്തുള്ളത്. ദെൻ കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ്. ഇതിന്റെ അകത്ത് ലിമിറ്റഡ് നമ്പർ ഓഫ് ഐറ്റംസ് മാത്രമേ ഒരു ദിവസം നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു ഫാർമസി എടുത്താൽ അവിടെ നമുക്ക് എല്ലാ ദിവസവും ഒരേ മരുന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് തിരിച്ചു വെക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ഡു കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ്. സോ അവിടെ നമ്മൾ ലിമിറ്റഡ് നമ്പർ ഓഫ് ഐറ്റംസ് ആയിരിക്കും നമ്മൾ ഒരു ഡേ വെരിഫൈ ചെയ്യുന്നത്. ദ സെലക്ഷൻ ഓഫ് ദ ഐറ്റംസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഹാസ് ടു ബി ചെക്ക് സർട്ടൺ ടൈംസ് ഇൻ എ ഇയർ. അപ്പൊ നമ്മൾ യൂഷ്വലി എങ്ങനെയാ ചെയ്യുന്നത്? ഒരു യൂഷ്വലി ഇന്റർവെൽ വെക്കും. 6 മാസം, 4 മാസം, 2 മാസം എന്ന് ഇന്റർവെൽസ് വെക്കും. അവിടെ കുറച്ച് സെലക്ടഡ് നമ്പർ ഓഫ് ഐറ്റംസ് നമ്മൾ എണ്ണിക്കൊണ്ട് അതിന്റെ ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ബിൻ കാർഡ്, സ്റ്റോർ ലെഡ്ജറൊക്കെ സ്റ്റോർ കീപ്പർ സൂക്ഷിച്ചു വെക്കും. ബിൻ കാർഡും സ്റ്റോർ ലെഡ്ജറും ഒക്കെ എന്തിനാ ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ? ആ പെർട്ടിക്കുലർ സ്റ്റോറിൽ അല്ലെങ്കിൽ ആ ഫാർമസിയിലെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, കറക്റ്റ്നെസ് ഫിസിക്കലായിട്ട് നമ്മൾ വെരിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റോക്ക് ടേക്കിംഗ്. അത് ബിൻ കാർഡും സ്റ്റോർ ലെഡ്ജറും ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് മാറാറുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറയുന്നത് ഇതിനെയാണ്. Then advantages of perpetual inventory system. So പെർപ്യൂച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്താ? റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും അല്ലെ? അപ്പൊ ആ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ക്ലറിക്കൽ ഇറേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്പാരസീസ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനും ഇമ്മീഡിയറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്യാനും സഹായിക്കും. Then reliable checking on the store items, timely action if serious shortage വന്നിട്ടുണ്ടെങ്കിൽ, then moral check on the staff. Thus നമുക്ക്
എന്തെങ്കിലും ഡിസോണസ്റ്റി ആ സ്റ്റാഫ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവരെ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോർ ലെഡ്ജറും ബിൻ ഗാർഡ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും തടയാനായിട്ട് സാധിക്കും. അതേപോലെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് റിവ്യൂ ഓഫ് സ്ലോ അല്ലെങ്കിൽ നോൺ മൂവിങ് ഐറ്റം. ആദ്യമേ എന്താണ് സ്ലോ അല്ലെങ്കിൽ നോൺ മൂവിങ് ഐറ്റം? ഇപ്പൊ ഇൻവെന്ററി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് കോൺസ്റ്റുവന്റ് ഓഫ് ടോട്ടൽ കോസ്റ്റ് അല്ലേ? അപ്പൊ പ്രോപ്പർ ആയിട്ട് ഇൻവെന്ററി നമുക്ക് നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമ്മുടെ എക്കോണമിയിൽ നമുക്ക് മെയിൻ്റനൻസ് വരുത്താനായിട്ട് സാധിക്കും. മൊത്തം പ്രൊഡക്ഷൻ എന്താണോ അതിന്റെ എക്കോണമിയിലായിരിക്കും നമ്മൾ മാറ്റങ്ങൾ വരുന്നത്. അപ്പൊ കൃത്യമായിട്ട് സ്ലോ മൂവിങ് ഐറ്റം ഏതാണ്? മൂവ് ചെയ്യാത്ത ഒബ്സലേറ്റ് ഐറ്റംസ് ഏതാണ്? ഇപ്പോഴും സ്റ്റോക്കിൽ ഇരിക്കുന്ന ഡോർമെന്റ് ഐറ്റംസ് ഏതൊക്കെയാണ്? അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ സ്ലോ മൂവിങ് ഐറ്റംസ് ആർ ദോസ് ഐറ്റംസ് വിച്ച് മൂവ് അറ്റ് എ സ്ലോ റേറ്റ്. ഡോർമെന്റ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ആർ അല്ലെങ്കിൽ ദ ഐറ്റംസ് വിച്ച് ആർ മൂവിങ് ടെമ്പററിലി ബിക്കോസ് ഓഫ് സീസണൽ പ്രൊഡക്ഷൻ. അപ്പം എന്താ നമ്മള് അവരുടെ മൂവിങ് ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ആയിട്ടുള്ളതായിരിക്കും ഡോർമെന്റ് ഐറ്റംസ്. ഒബ്സലേറ്റ് ഐറ്റംസ് പറഞ്ഞാൽ എന്താ? യൂസ്ലെസ് ഐറ്റം ആയിട്ടുള്ള. ഇപ്പം ചിലപ്പം നേരത്തെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിരുന്ന ഒരു അച്ച് ഇപ്പൊ നമുക്ക് ആ അച്ച് ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം അതിന്റെ പുതിയ മോഡലാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഐറ്റത്തിനെയാണ്. അപ്പം ഡിസൈൻ, മെത്തേഡ് ഓഫ് മാനുഫാക്ചറിങ്, പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോസസ് ഒക്കെ മാറിപ്പോകുമ്പോൾ സംഭവിക്കുന്ന ഐറ്റത്തിനെയാണ് ഒബ്സലേറ്റ് ഐറ്റംസ് എന്ന് വിളിക്കുന്നത്. സോ ദ സ്ലോ മൂവിങ് ഐറ്റംസ് ഹാസ് ടു ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ്, റീപ്ലേസ്മെന്റ് പ്ലേസ് ആൻഡ് നോട്ട് റിയലൈസബിൾ വാല്യൂ. സോ പീരിയോഡിക് റിപ്പോർട്ട്, ഒബ്സലേറ്റ് ഐറ്റംസ്, മൂവിങ് റേഷ്യോസ്, ഇങ്ങനെ 3 കാര്യങ്ങളാണ് സ്ലോ മൂവിങ് ആയിട്ട് അല്ലെങ്കിൽ നോൺ മൂവിങ് ഐറ്റത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പീരിയോഡിക് റിപ്പോർട്ട് എന്താ? നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ ഒരു 6 months കൂടുമ്പോഴെങ്കിലും നമ്മൾ സ്റ്റോക്ക് എടുത്തിട്ട് ഈ നോൺ മൂവിങ് ആയിട്ടുള്ള ഐറ്റത്തിനെ ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് ആ മാനേജ്മെന്റിലേക്ക് ഈ റിപ്പോർട്ട് കൊടുക്കുക. അപ്പം ഏതൊക്കെ സാധനം പർച്ചേസ് ചെയ്യണ്ട, ഉപയോഗിക്കുന്നില്ല, എത്ര ബാലൻസ് കയ്യിലുണ്ടെന്നുള്ള ഐഡിയ കിട്ടും. ഒബ്സലേറ്റ് ഐറ്റം ഞാൻ പറഞ്ഞു യൂസ്ലെസ് ഐറ്റം. അപ്പം അത്തരം നോൺ മൂവിങ് ഐറ്റത്തിന് നമുക്ക് എന്തായി കാലം കഴിയുന്തോറും അത് പിന്നെയും നമുക്ക് അൺയൂസ്ഡ് ആയിട്ട് കിടക്കുകയേ ഉള്ളൂ. അപ്പം അവരെ നമ്മൾ എന്ത് ചെയ്യും എന്നെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യും ഒബ്സലേറ്റ് ഐറ്റം, അല്ലെങ്കിൽ പിന്നീട് അവരുടെ പർച്ചേസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. ദെൻ മൂവിങ് റേഷ്യോ, സ്ലോ മൂവിങ് ഐറ്റവും ഡോർമെന്റും ഡെഡ് സ്റ്റോക്കും മൂവിങ് റേഷ്യോ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക, അത് കൃത്യമായിട്ട് അതിനെ മാർക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് ഷോ ദ ടേൺ ഓവർ ഓഫ് ദീസ് ഐറ്റം ഫോർ പ്രസന്റേഷൻ ടു ദ മാനേജ്മെന്റ്. അടുത്തത് ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ അനാലിസിസ്. അപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ എന്താണ്? എത്ര മെറ്റീരിയൽ നമ്മൾ വാങ്ങിച്ചു, എത്ര പ്രൊഡക്ഷൻ നടത്തി, എത്ര എണ്ണം ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറി, ഇതാണ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ അല്ലെങ്കിൽ IO റേഷ്യോ അനാലിസിസ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ഇൻപുട്ട് ഫോർ എക്സാമ്പിൾ ഇൻപുട്ടിനകത്ത് 2 കിലോ ഓഫ് മെറ്റീരിയൽ നമ്മൾ ഇൻപുട്ടിന് വേണ്ടി ഉപയോഗിച്ചു എന്നിരിക്കട്ടെ. അത് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോയി ഫൈനലി നമുക്ക് കിട്ടിയത് 1.6 kg മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പൊ 0.4 kg നമുക്ക് എവിടെയോ നഷ്ടം വന്നിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ പ്രോസസ്സിനിടയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്താണെന്നറിയോ? 2 divided by 1.6 into 100. മനസ്സിലായോ? ഈ കാൽക്കുലേഷൻ നോക്കുക. ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ അറിയാൻ വേണ്ടി ഇൻപുട്ട് വാല്യൂ ഡിവൈഡഡ് ബൈ output value then into 100. So manufacturing department efficiency എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആക്ച്വൽ കമ്പോസിഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് കമ്പോസിഷനെ കമ്പയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഈ മെറ്റീരിയൽ നമുക്ക് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ എന്ന് കണ്ടുപിടിക്കാം. അതേപോലെ the cost of raw material in the finished product can be find out by multiplying the cost of raw material per unit by the input ratio. അതായത് നമുക്ക് റോ മെറ്റീരിയൽസിന് എടുത്ത പൈസ എത്രയാണ്, ഫൈനൽ പ്രോഡക്റ്റ് ആയപ്പോൾ നമുക്ക് കിട്ടിയത് എത്ര എണ്ണമാണ്, അത് എത്ര രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ സാധിക്കും എന്ന് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോക്ക് മനസ്സിലാക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു
ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഒരു ഡ്രഗ് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയില് ഒരു കെമിക്കൽ യൂസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാം. കെമിക്കലിന്റെ പേര് നമുക്ക് കെമിക്കൽ എ എന്നിടാം. അതിന് റോ മെറ്റീരിയലിന് കിലോയ്ക്ക് 100 രൂപയാണെന്ന് ഇരിക്കട്ടെ. ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ, അതായത് അങ്ങോട്ട് കൊടുത്തത് ഇങ്ങോട്ട് വന്ന ഔട്ട്പുട്ട് റേഷ്യോ എടുത്തപ്പോ ദാറ്റ് ഈസ് 125% എന്നാണ് നമുക്ക് വന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ റോ മെറ്റീരിയലിന് 100 രൂപയാണെന്നിരിക്കട്ടെ. ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് ദ റോ മെറ്റീരിയൽ 2 other substitutes are available for the following. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? A1ഉം A2 ഇടും, അതിന്റെ റേറ്റും കാൽക്കുലേറ്റ് ചെയ്യും, ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോയും എടുക്കും. അപ്പൊ പെർ കെ ജി ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത് 2 സബ്സ്റ്റിറ്റ്യൂട്ടിന്റെയും നോക്കും. എന്നിട്ട് ഫൈനലായിട്ട് നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് വെച്ചിട്ട് ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? ദ ഫൈനൽ ഡിസിഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ കോസ്റ്റ് ഓഫ് ഈച്ച് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇൻ ദ ഫൈനൽ പ്രോഡക്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ, സോ പെർ യൂണിറ്റിലുള്ള ഫൈനൽ പ്രോഡക്റ്റിന്റെ റേറ്റ് നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക. ഇപ്പം നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന റോ മെറ്റീരിയൽ അൺഅവൈലബിൾ ആണെങ്കിലും വേറെ റോ മെറ്റീരിയൽ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ എല്ലാത്തിന്റെയും ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യത്തിന്റെ 125 അല്ലേ, അടുത്ത നമ്മൾ A1 എന്ന് പറയുന്ന ഒരു കെമിക്കലിന്റെ എടുത്തപ്പോൾ അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ 110, A2 എന്ന് പറയുന്നത് 140, അതിന്റെ റേറ്റ് പെർ കെ ജി എന്ന് പറയുന്നത് 120. അപ്പം റേറ്റ് കൂടിയതാണ് വന്നതെങ്കിലും നമുക്ക് അറിയേണ്ടത് ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് ഓരോ സബ്സ്റ്റിറ്റ്യൂട്ടിന്റെയും റേറ്റിനെയും അതിന്റെ ഫൈനൽ പ്രോഡക്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ അപ്പൊ കോസ്റ്റ് ഓഫ് ദ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇൻപുട്ട് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റ് ഇൻ ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. അപ്പം ഇൻപുട്ട് എത്രയായിരുന്നു? 110 ഡിവൈഡ് ബൈ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് 100 ഇൻറ്റു 150, അതിന്റെ പെർ യൂണിറ്റ് കോസ്റ്റ്. അപ്പൊ നമുക്ക് 165 ഒരെണ്ണം 168 പെർ കെ ജിക്ക് നമുക്ക് കൊടുക്കാം. അപ്പൊ 165 168 ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലോ മെറ്റീരിയൽ അല്ലെങ്കിൽ ലോ കോസ്റ്റിൽ നമുക്ക് കിട്ടുന്നതാണ്, അതായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അല്ലെ. Then setting of various levels. So in order to maintain inventory control, it is very important to decide upon various level of materials. അപ്പൊ നമുക്ക് പല പല മെറ്റീരിയൽ ലെവൽസ് അറിഞ്ഞിരിക്കണം. അപ്പം എക്സസ് ആണോ അല്ലെങ്കിൽ കുറവാണോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ആ ഒരു ലെവൽ അറിഞ്ഞാൽ മാത്രമേ നമുക്കത് പറ്റുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? So first one is maximum stock level. Maximum stock level ആ വേർഡ് തന്നെ കിട്ടുന്നത് എന്താ? മാക്സിമം സ്റ്റോക്ക് ലെവല്. മിനിമം ലെവൽ എന്താ? ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ വേണ്ടുന്ന ലെവലാണ് മിനിമം ലെവൽ. ആൻഡ് മാക്സിമം ലെവൽ എന്ന് പറയുന്നത് ലെവൽ ഓഫ് സ്റ്റോക്ക് ബിയോണ്ട് വിച്ച് എ ഫേം ഷുഡ് നോട്ട് മെയിൻറ്റെയിൻ ദ സ്റ്റോക്ക്. അതാണ് മാക്സിമം. അപ്പൊ മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്താണ്? ഇതിനും അപ്പുറത്തേക്ക് നമ്മുടെ സ്റ്റോക്കോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ദ ഐറ്റം ഒന്നും മുമ്പോട്ട് പോകാൻ പാടില്ല. സോ മാക്സിമം സ്റ്റോക്ക് ലെവൽ റെപ്രസെന്റ് ദ upper limit beyond which the quantity of any item is not normally allowed to place. Okay, അപ്പൊ പരമാവധി ഇതുവരെ സ്റ്റോക്ക് മുമ്പോട്ട് പോകാൻ പാടുള്ളൂ. സോ റേറ്റ് ഓഫ് കൺസംപ്ഷൻ ഓഫ് മെറ്റീരിയൽ, സ്റ്റോറേജ് സ്പേസ്, എത്ര ക്യാപിറ്റൽ വേണം, എന്താണ്, ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, ഹൈഡ്രോസ്കോപ്പിക് മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ കുറെ നമ്മള് ബൾക്ക് വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ദെൻ മാർക്കറ്റ് ട്രെൻഡ്, ഫാഷൻ ഹാബിറ്റ്, ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ്, ഫയർ, ഒബ്സലൻസ്, ഡിറ്റീരിയോറേഷൻ, ലീഡ് ടൈം. ലീഡ് ടൈം എന്താ? ഓർഡർ കൊടുക്കുന്നു, സാധനം വരാൻ എടുക്കുന്ന സമയം, ലീഡ് ടൈം. ഓക്കെ, ദെൻ മാക്സിമം ലെവൽ എന്ന് പറയുന്നത് എന്താ? റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസപ്ഷൻ. ഇനി മിനിമം കൺസപ്ഷൻ എന്താ? മിനിമം കൺസപ്ഷൻ പെർ വീക്ക് ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. മിനിമം സ്റ്റോക്ക് ലെവൽ അല്ലെങ്കിൽ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താ? അപ്പൊ ലോവർ ലിമിറ്റിൽ എത്തുന്നു. ദിസ് ഇസ് ദ ലോവർ ലിമിറ്റ് ബിലോ വിച്ച്, ഈ ലെവൽ വരെ കുഴപ്പമില്ല, അത് മിനിമം സ്റ്റോക്ക് ലെവലാ അല്ലെങ്കിൽ സേഫ്റ്റി സ്റ്റോക്കാ. അതിന്റെയും താഴെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യില് എന്താ പറയാ, വിൽക്കാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. സോ ദിസ് ഇസ് ദ ലോവർ ലിമിറ്റ് ബിലോ വിച്ച് ദ സ്റ്റോക്ക് ഓഫ് എനി ഐറ്റം ഷുഡ് നോട്ട് നോർമലി ബി അലൗഡ് ടു ഫോൾ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബഫർ സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. അപ്പൊ മെയിൻ പർപ്പസ് ഓഫ് ഡിറ്റർമൈനിങ് ദ
limit is to protect against the possibility of a particular item going out of stock. അപ്പം ഒരു സാധനം തീർന്നു പോകുന്നതിന് മുമ്പ് ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ബഫർ സ്റ്റോക്ക്. അപ്പൊ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട്, ഒന്ന് ആവറേജ് റേറ്റ് ഓഫ് കൺസപ്ഷൻ, ആളുകൾ എത്രത്തോളം ഇത് വാങ്ങുന്നുണ്ട്, അതേപോലെ ലീഡ് ടൈം, നമ്മൾ ഇത് തീർന്നു എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ ഇത് നമുക്ക് എത്തിക്കിട്ടും. ഇതാണ് നമ്മുടെ മിനിമം ലെവൽ അല്ലെങ്കിൽ സേഫ്റ്റി സ്റ്റോക്കിനെ തീരുമാനിക്കുന്നത്. അപ്പം റീഓർഡർ ലെവൽ മൈനസ് ആനുവൽ കൺസപ്ഷൻ ഇൻറ്റു ആവറേജ് ഡെലിവറി ടൈം, ഇതിനെയാണ് നമ്മൾ മിനിമം ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ? Reorder level is fixed between the minimum അല്ലെങ്കിൽ maximum stock. അപ്പം ഇൻവെന്ററിയുടെ സ്റ്റോക്ക്, അതായത് ഒരു പോയിന്റ്, ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ റീഓർഡർ ലെവൽ എന്ന് പറയുന്നത്. The process for the purchase of materials should be started. അപ്പം സാധനങ്ങൾ വാങ്ങുവാനുള്ള സമയം. The reorder level is slightly more than the minimum stock level to guard against. So the reorder level എന്ന് പറയുന്നത് it is more than the minimum stock level. അപ്പം മിനിമത്തിനേക്കാൾ കുറച്ചും കൂടി ഉണ്ടാവും, മിനിമം സ്റ്റോക്കിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലുണ്ട്. ഓക്കെ, സോ ഇപ്പൊ ഇൻ കേസ് ഇപ്പം റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ഓർഡർ കൊടുക്കേണ്ട സമയമായി എന്നാണ് അർത്ഥം. കാരണം അത് നമുക്ക് ചിലപ്പോൾ സാധനം എക്സായിട്ട് പോകാം, അല്ലെങ്കിൽ സപ്ലൈ ചെയ്യാൻ ഇച്ചിരി താമസിക്കാം. ആ ഒരു സമയം നമുക്ക് മുമ്പോട്ട് പോകാനാണ് റീഓർഡർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ മിനിമം കൺസപ്ഷൻ ഡ്യൂറിംഗ് ദിസ് പീരീഡ് ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. ഡേഞ്ചർ ലെവൽ എന്താ? ജനറലി ബിലോ ദ മിനിമം. അപ്പൊ ഏറ്റവും താഴെ ഡേഞ്ചർ, അതിന് മുമ്പ് മിനിമം, ഇതിന്റെ മുകളിലാണ് റീഓർഡർ വരുന്നത്, അതിന്റെ മുകളിലാണ് മാക്സിമം സ്റ്റോക്ക് ലെവൽ വരുന്നത്. ഡേഞ്ചർ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ? ബിലോ ദ മിനിമം സ്റ്റോക്ക് ലെവൽ. അപ്പം അവിടെ അതുവരെ ഡേഞ്ചർ ലെവൽ വരെ പോകാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. നോർമൽ സ്റ്റോക്ക് ലെവൽ ഷുഡ് നെവർ ബി അലൗഡ് ടു ഫോൾ ബിലോ ദ മിനിമം ലെവൽ. മിനിമം ലെവലിൽ താഴെ പോകുന്നതിനാണ് ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത്. ഇഫ് ഇറ്റ് റീച്ചസ് ദ ഡേഞ്ചർ ലെവൽ അറ്റ് എനി പോയിന്റ്, അർജന്റ് ആക്ഷൻ നീഡഡ് ടു ടേക്കൺ ടു പ്രിവെന്റ് സ്റ്റോക്ക് ഔട്ട്. അപ്പൊ ഡേഞ്ചർ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ആവറേജ് കൺസപ്ഷൻ ഇൻറ്റു എമർജൻസി സപ്ലൈ ടൈം ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ പ്രധാനമാണ്, എപ്പോഴും വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്നതുമാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം നമ്മൾ മിനിമം ലെവൽ പറഞ്ഞു, ഇപ്പൊ സ്മൂത്ത് പ്രൊഡക്ഷന് വേണ്ടിയുള്ള ലെവൽ. മാക്സിമം ലെവൽ അതിനപ്പുറം നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല. റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതാണ് റീഓർഡർ ലെവല്. സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ലീഡ് ടൈമിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ്. റിസർവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എക്സസ് യൂസേജ്, ഒരു നോർമൽ ലീഡ് ടൈമിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടതാണ് റിസർവ് സ്റ്റോക്ക്. ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്തിട്ട് ഡെലിവറി വരെയുള്ള സമയമാണ്. ഓക്കെ, ഒരുപാട് നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമാവും. ബഫർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എമർജൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നതിനെയാണ് നമ്മൾ ബഫർ സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. ഇനി യൂസ് ഓഫ് മെറ്റീരിയൽ ബഡ്ജറ്റിംഗ്. അപ്പൊ ഇവിടെ ഒന്നെങ്കിൽ മൊത്തമായിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് സാധനങ്ങളെ എന്ത് ചെയ്യാം? ബഡ്ജറ്റ് ചെയ്യാം. ഡ്യൂറിംഗ് ദ പ്രിപ്പറേഷൻ ഓഫ് മെറ്റീരിയൽ the following factors are to be considered. ഒന്നെങ്കിൽ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ദ സെയിൽ ഓഫ് പ്രീവിയസ് മന്ത് ഇൻ കമ്പാരിസൺ വിത്ത് ദ, അപ്പൊ കഴിഞ്ഞ മാസത്തെ സെയിൽ എടുക്കുക, കൂടിയിട്ടുണ്ടോ കുറവുണ്ടോ, വരാൻ പോകുന്ന മന്തിലെ സെയിൽ കഴിഞ്ഞ മാസത്തുമായിട്ട് കമ്പയർ ചെയ്യുക. രണ്ട്, ഓവർ ബൈയിങ്ങും അതേപോലെ അണ്ടർ ബൈയിങ്ങും നമ്മൾ കഴിഞ്ഞ മാസം ഉണ്ടോ എന്നുള്ളതും റീചെക്ക് ചെയ്യുക. ഓക്കെ, when any purchase is made, it is subtracted from the balance of the purchase budget maintained in a separate purchase journal. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പർച്ചേസ് ഓഫ് ഇൻവെന്ററി വിൽ come to know whether he is buying too much അല്ലെങ്കിൽ little by referring to purchase budget. Then effective purchase procedure എങ്ങനെയാണ്? The purchase procedure sequence of step അല്ലെ. അപ്പൊ അവിടെ ആദ്യമേ എന്താ ചെയ്യുന്നത്? അവരുടെ ആവശ്യപ്രകാരമുള്ള ഐറ്റം ആർക്കാണ് എന്ന് നോക്കുന്നു, റിക്വസിഷൻ ഫോം കൊടുക്കുന്നു, എന്നിട്ട് അപ്രോപ്രിയേറ്റ് സപ്ലയറെ സെലക്ട് ചെയ്തുകൊണ്ട് മ്യൂച്വൽ നെഗോഷിയേഷനൊക്കെ ശേഷം അവര് സപ്ലയറെ സെലക്ട് ചെയ്യുന്നു, അവർക്ക് ഇൻവോയ്സ് കൊടുക്കുന്നു, എന്താ പറയുക, ഓർഡർ കൊടുക്കുന്നു. ആ പർച്ചേസ് ഓർഡറിന്റെ ഫലമായിട്ട് അവർ ഗുഡ്സ് കൊടുക്കുന്നു. ആ ഗുഡ്സ് റിസീവ് ചെയ്യാം, തറവ്ലി ചെക്ക് ആൻഡ് അഫ്റ്റർ നമ്മൾ ഇൻവോയ്സ് ചെക്ക് ചെയ്തിട്ട് പേയ്മെന്റ് കൊടുക്കുക. പർച്ചേസ് ട്രാൻസാക്ഷൻ നമ്മൾ എഴുതി വെക്കണം. സോ കീപ്പിംഗ് എ പ്രോപ്പർ റെക്കോർഡ് ഇസ് വെരി അഡ്വാൻറ്റേജസ്. ഓക്കെ, സോ ഇറ്റ് ആക്ട് ആസ് എ ഗൈഡ് ഫോർ ഫ്യൂച്ചർ
It provide authentic record about the inventory which is needed for the inventory control. അതേപോലെ purchasing intent അല്ലെങ്കിൽ purchase order എന്നൊക്കെ പറയുന്നത് ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്, അതും പ്രധാനമാണ് കേട്ടോ. So in general, every business organization prepare its own purchasing manual which prescribe the purchase policies and procedures. So purchase policies കമ്പനി മുതൽ കമ്പനിയിൽ നിന്ന് വ്യത്യാസമായിട്ട് വരാം, പക്ഷെ ഒരു ഗുഡ് പർച്ചേസ് പോളിസി ഉണ്ടെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ ഇന്റർലിങ്ക്ഡ് വിത്ത് ഈച്ച് അതർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്ക്രാപ്പ് ആൻഡ് സർപ്ലസ് ഡിസ്പോസൽ. എന്താ സ്ക്രാപ്പ്? സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ ആർക്കറിയല്ലേ? അപ്പൊ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ റെസിഡ്യൂ ഇന്റൻസിലി അല്ലെങ്കിൽ ആക്സിഡന്റലി നമുക്ക് മാനുഫാക്ചറിംഗ് പ്രോസസിന്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ വളരെ ചെറിയ മൂല്യമുള്ളതായിട്ടുള്ള സാധനങ്ങളായിരിക്കും. ടാബ്ലറ്റ് ഉണ്ടാക്കുന്ന പൗഡറും ഫൈൻ ഗ്രാനുൾസും ഒക്കെ അതിനകത്ത് ബാക്കിയായിട്ട് വരുന്നു. അപ്പം നോൺ റിട്ടേണബിൾ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ്, പാക്കിംഗ് കേസസ്, അങ്ങനെയുള്ള ഒരുപാട് ആക്രി സാധനങ്ങൾ നമുക്ക് വരും അല്ലെ? സോ അത്തരം സാധനങ്ങളെല്ലാം the surplus items are those which are not required by the organization. അപ്പം it is generally ഒന്നെങ്കിൽ spoiled ആയിട്ടുള്ള raw materials or rejected components or defective parts or obsolete ഉപയോഗശൂന്യമായ മെറ്റീരിയൽസോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സോ, ഇത്തരം സാധനങ്ങളൊന്നും ഇനി ആ ഓർഗനൈസേഷൻ ആവശ്യമില്ല. ഓക്കെ, സോ ഈ ഡ്രഗ് സ്റ്റോറിലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസ് എങ്ങോട്ടാണ് വരുന്നത്? ഇറ്റ് ഓൾസോ കം ടു ദ കാറ്റഗറി ഓഫ് സ്ക്രാപ്പ്. സ്ക്രാപ്പിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ലെജിറ്റിമേറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ്, ഡിഫക്റ്റീവ്. ലെജിറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നേരത്തെ അറിയാം മാനുഫാക്ചർ ചെയ്ത് വരുമ്പോൾ ഇത്രയും സാധനങ്ങളുടെ വേസ്റ്റ് ആണെന്നുള്ളത് നേരത്തെ അറിയാം. അതിനെയാണ് ലെജിറ്റിമേറ്റ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ടാബ്ലറ്റ് ഉണ്ടാക്കുന്ന സമയം നമുക്ക് ഗ്രാനുൾസും പൗഡേഴ്സും ഒക്കെ കുറെ വേസ്റ്റ് ആയിട്ട് വരും എന്നുള്ളത് അറിയാം, അത് ലെജിറ്റിമേറ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പം നമ്മുടെ ഒരു കമ്പനി പറയാണ് വട്ടത്തിലുള്ള ഗുളിക വേണ്ട, ഓവലിലുള്ളത് നമുക്ക് പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോ ആ മെറ്റീരിയൽസ്, ആ മോൾഡ് ഒരെണ്ണം എന്തായി നമുക്ക് മാറ്റി വെക്കേണ്ടി വന്നു. സോ സച്ച് ടൈപ്പ് ഇസ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രാപ്പ്. ദ സ്ക്രാപ്പ് റിസൾട്ട് വെൻ മെറ്റീരിയൽസ് ബിക്കം ഒബ്സൈഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡിസൈൻ. ഡിസൈനിലുള്ള മാറ്റം, ഡിസൈൻ മാറ്റുന്ന അഡ്മിനിസ്ട്രേറ്റീവ് എന്നായിരിക്കുമല്ലോ. ദെൻ ഡിഫക്റ്റീവ്, അപ്പൊ ഒന്നെങ്കിൽ ആൾക്കാർ മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നില്ല, അപ്പം നമ്മുടെ ശ്രദ്ധക്കുറവോ മെഷീന്റെ ശ്രദ്ധക്കുറവോ കൊണ്ട് സംഭവിക്കാവുന്ന ഡിഫക്റ്റീവ് സ്ക്രാപ്പ്. രണ്ട് രീതിയിൽ നമുക്കിതിനെ നശിപ്പിക്കാം. ഒന്ന് സ്ക്രാപ്പ് അല്ലെങ്കിൽ സർപ്ലസ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമുക്ക് വിൽക്കാൻ സാധിക്കില്ല, പക്ഷെ റീസൈക്കിൾ ചെയ്തെടുക്കാൻ സാധിക്കും. സ്ക്രാപ്പും സർപ്ലസും എന്ന് പറയുന്നത് അതിന്റെ റോ മെറ്റീരിയൽസിനോട് കൂടി ചേർന്ന് അതിനെ റീപ്രോസസ് ചെയ്യാനായിട്ട് സബ്സീക്വന്റ് പ്രൊഡക്ഷനുമായിട്ട് നമ്മളെ സഹായിക്കും. നെക്സ്റ്റ് ഈസ് കൺട്രോൾ ഓഫ് സ്ക്രാപ്പ്. സ്ക്രാപ്പ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അല്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും അല്ലെ? അപ്പൊ പ്രോപ്പർ ഡിസൈനിങ്ങിന്റെ സമയത്ത് കൃത്യമായ അറ്റൻഷൻ കൊടുക്കുക, അതേപോലെ റൈറ്റ് മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് ഫിനിഷ്ഡ് ഗുഡ് ഉണ്ടാക്കുക. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വരെ ട്രെയിൻഡും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വേസ്റ്റേജ് ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. ഇനി ലാസ്റ്റ് വൺ ഇസ് VED. സോ ഇത് യൂട്ടിലിറ്റി ഓഫ് മെറ്റീരിയൽ. VED ഈസ് ബേസ്ഡ് ഓൺ ദ യൂട്ടിലിറ്റി ഓഫ് മെറ്റീരിയൽ. ഡ്രഗ് സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം VED വളരെ ഉപയോഗപ്രദമാണ്. അപ്പം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും അതേപോലെ കൺട്രോൾ ചെയ്യാനുമായിട്ടും ഒക്കെ നമുക്ക് VED ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, സോ ബ്രാൻഡ് പഴകും തോറും അതിന്റെ റിക്വയർമെന്റും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ പാസ്റ്റ് ട്രെൻഡ്സ് ആർ നോട്ട് യൂസ്ഫുൾ. അപ്പൊ പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ചിലപ്പോ പുതിയതായിട്ട് ചിലപ്പോൾ ആപ്ലിക്കബിൾ ആവണം എന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മൂന്നായിട്ട് സാധനങ്ങളെ തരംതിരിക്കും. വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ എന്ന 3 കാറ്റഗറിയിലേക്ക് നമ്മുടെ കയ്യിലുള്ള സാധനത്തിനെ നമ്മൾ തരംതിരിക്കും. ഓക്കെ, ഇപ്പൊ ബസ്റ്റേഡ് സാലിസിലിക് ആസിഡ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. അത് ഡിസ്പിരിനായിട്ടും അനാസിൻറ്റാലുള്ള മൈക്രോപൈറിനുമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഡിസ്പിരിനാണ് കൂടുതലായിട്ട് നമുക്ക് ആവശ്യകതയെങ്കിൽ അതിന് നമ്മൾ വൈറ്റൽ ഐറ്റം എന്ന് പറയും. മൈക്രോപൈറിനാണ് പിന്നീട് വരുന്നെങ്കിൽ അതിന് നമ്മൾ എസെൻഷ്യൽ എന്ന് പറയും. അനാസിനാണ് ആൾക്കാർ ഒരുപാട് ചോദിക്കാത്തതെങ്കിൽ അതിന് നമ്മൾ ഡിസൈറബിൾ എന്ന് പറയും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ഈ ഒരു സ്റ്റോക്ക് മാക്സിമം സ്റ്റോക്കിന് അപ്പുറം പോകാതെ മിനിമം സ്റ്റോക്കിന് ഇടയ്ക്ക് നിൽക്കാനായിട്ട് നമ്മൾ ഇൻവെന്ററി കൺട്രോൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ?
ഇനി അടുത്തത് ഡ്രഗ് ഹൗസ് മാനേജ്മെന്റ് അറിയാലോ, പ്രോപ്പർ ട്രെയിനിങ് കിട്ടിയ ഒരു ക്വാളിഫിക്കേഷനിലെ ആൾക്ക് മാത്രമേ ഡ്രഗ് സ്റ്റോർ അല്ലെങ്കിൽ ഡ്രഗ് ഹൗസ് മാനേജ് ചെയ്യാൻ പറ്റൂ. റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലും നമുക്കിടാം. റൂറൽ ഏരിയാസിലാണെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, സ്റ്റോക്കും കുറച്ച് മതി. അർബൻ ഏരിയാസിലാണെങ്കിൽ നമ്മൾ ഇടുമ്പോൾ നല്ലൊരു എക്സ്പെൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ സൈറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ആളുകളൊക്കെ വരുന്നതും ഈവനിങ് വാക്കിന് വരുന്നതും ഡോക്ടറെ ക്ലിനിക് ഉള്ളതൊക്കെ ആയിരിക്കും ഏറ്റവും അടിപൊളി. എന്നാൽ ഹോസ്പിറ്റൽസിന്റെ അടുത്തും ഒരുപാട് ഫാർമസി ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് വെക്കുന്ന അനുയോജ്യമല്ല. എന്നാൽ ഒരു ഫാർമസി ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പിന്നെ ഒരു ട്രാഫിക് സിഗ്നലിന്റെ ഒന്നും അവിടെ കൊണ്ട് വെക്കരുത്, കാരണം അവിടെ പാർക്കിംഗ് ബുദ്ധിമുട്ടാണ്. ദെൻ ഹോട്ടൽ, സിനിമ തിയേറ്റേഴ്സിനെയൊക്കെ അവിടെ വെക്കുമ്പോൾ അത് അത്ര പ്രിഫറബിൾ അല്ല, കാരണം അവിടെയുള്ള ആളുകൾ ഈ പറയുന്ന പോലെ അതൊരു നീഡായിട്ട് വരുന്ന ആൾക്കാരല്ല. പിന്നെ ഹോട്ടലിലേക്ക് അടുത്താകുമ്പോൾ വൃത്തി ഒരു പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. സോ പ്രീമിസസ് അക്വയർ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് തനിയെ ഒരു ബിൽഡിംഗ് എടുക്കാം, അല്ലെങ്കിൽ റെന്റൽ ബേസിസിന് എടുക്കാം. റെന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഒരു ലീഗൽ റിട്ടേൺ എഗ്രിമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഓണറുമായിട്ട് ഒരു ലീഗൽ എഗ്രിമെന്റ് പ്രിപ്പയർ ചെയ്ത് വെക്കണം. എന്നാണ് എടുത്തത്, എത്ര രൂപ കൊടുത്തു, അത്തരം കാര്യങ്ങളൊക്കെ എപ്പോൾ തുറക്കും എപ്പോൾ അടയ്ക്കും അതൊക്കെ നമ്മൾ വിചാരിക്കണം. ലേ ഔട്ടിന്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞേ, ഒരു ലാർജ് നമ്പർ ഓഫ് കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യാൻ പറ്റണം, സെയിൽസ് കൂട്ടാനായിട്ട് സാധിക്കണം, സെല്ലിംഗ് എക്സ്പെൻസ് മിനിമത്തിൽ വരുത്താനായിട്ട് സാധിക്കണം. ദെൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മൾ ലേ ഔട്ട് ഡിസൈനിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, സോ നമ്മൾ റാക്കിന് സ്പേസ്, റെഫ്രിജറേറ്ററിന് സ്പേസ്, ദെൻ സ്റ്റോക്ക് ചെയ്യാൻ സ്പേസ്, നമ്മുടെ സ്റ്റാഫിന് റെസ്റ്റ് ചെയ്യാൻ വേറെ സ്പേസ്, ഡിസ്പ്ലേ വിൻഡോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കണം, ഡ്രഗ് സ്റ്റോർ മെയിൻറ്റെയിൻ ചെയ്ത് രജിസ്റ്റേർഡ് ഫാർമേഴ്സ് ആയിരിക്കണം, മിനിമം സ്പേസ് ഉണ്ടായിരിക്കണം. ഹോൾസെയിൽ ആണെങ്കിൽ 10 സ്ക്വയർ മീറ്റർ, റീറ്റെയിൽ ആണെങ്കിൽ 10 സ്ക്വയർ മീറ്റർ, ഹോൾസെയിലും റീറ്റെയിലും വേണമെങ്കിൽ 15 സ്ക്വയർ മീറ്റർ. സൂക്ഷിക്കുന്ന ഡ്രഗുകളെല്ലാം 2 മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെ സ്റ്റോറേജിലായിരിക്കണം ഇരിക്കേണ്ടത്. ലൈസൻസ് എടുക്കാൻ റീറ്റെയിൽ ആണെങ്കിലും ഹോൾസെയിൽ ഒക്കെ രണ്ടും നമ്മൾ ഫോം നമ്പർ 19 ആണ് കൊടുക്കേണ്ടത്, അക്കോർഡിംഗ് DNC ആക്ട്. ഓക്കെ, സോ ബയോളജിക്കലിനാണെങ്കിൽ 1500, നോൺ ബയോളജിക്കലിന് 1500. അങ്ങനെ മൊത്തം ആപ്ലിക്കേഷൻ ഫീ നമ്മൾ 3000 രൂപ കൊടുക്കണം. ലൈസൻസിന് ആകെ 5 വർഷമേ വാലിഡിറ്റി ഉള്ളൂ. ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് മനസ്സിലായല്ലോ, ഹോൾസെയിലും റീറ്റെയിലും. ഓക്കെ, ദെൻ ഫോം നമ്പർ 21 ആണ് സിയും C1 റീറ്റെയില്. ഫോം നമ്പർ 21B ആണ് എന്താ പറയാ, ഷെഡ്യൂൾ C and C1 ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാനുള്ള ഇത്. ദെൻ ഇമ്പോർട്ടൻസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് പർച്ചേസിംഗ് അറിയാലോ, ഹോൾസെയിൽ ആണെങ്കിലും റീറ്റെയിൽ ആണെങ്കിലും നമ്മൾ പർച്ചേസിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പർച്ചേസിംഗ് ഓർഡർ എന്ന് പറയുന്നത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ലീഗൽ ഡോക്യുമെന്റ് ആക്ട് ചെയ്യുന്നത്. റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രൈസ്, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ് ഓഫ് ഡെലിവറി, റൈറ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, റൈറ്റ് സോഴ്സ്. ഈ റൈറ്റ് പ്രൈസ് എന്ന് കേൾക്കുമ്പോൾ അതൊരിക്കലും വിലക്കുറവെന്നല്ല, കോസ്റ്റ് സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ് നോക്കേണ്ടത്. അതേപോലെ നമ്മൾ റൈറ്റ് ടൈം ഉദ്ദേശിക്കുന്നത് എന്താ, ലീഡ് ടൈം കൺസിഡർ ചെയ്യണം അല്ലെ. സോ ആ ലീഡ് ടൈമിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ദെൻ സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ പാരമ്പര്യമുള്ള എല്ലാം അറിയാവുന്ന വിശ്വസ്തയുള്ള ആൾക്കാർ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് പേയ്മെന്റോട് കൂടി വേണം നമ്മൾ സപ്ലയറിനെ സെലക്ട് ചെയ്യാനായിട്ട്. ആദ്യം ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കടം. ഓക്കെ, സോ വിത്തൗട്ട് ക്യാഷ് പേയ്മെന്റ് ഇൻട്രാക്ഷൻ എടുക്കുന്നതാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. മാനുഫാക്ചറർ ഹോൾസെയിലർക്ക് 45 ദിവസവും ഹോൾസെയിൽ റീറ്റെയിലർക്ക് 21 ദിവസമായിരിക്കും പൊതുവെ ക്രെഡിറ്റിന് കൊടുക്കുന്നത്. ദെൻ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താ, റെഡി ക്യാഷ് ആയിട്ട് നമുക്ക് ഡ്രഗ് വാങ്ങാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഹാൻഡ് റിട്ടൺ ആയിട്ട് കൊട്ടേഷൻ എടുക്കുന്നതിന് ടെൻഡർ എന്ന് പറയുന്നത്. ഓപ്പൺ ടെൻഡർ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് കൊടുത്തെടുക്കുന്നത്. ലിമിറ്റഡ് ടെൻഡർ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ലിസ്റ്റ് ഓഫ് സപ്ലയർ അകത്തുന്ന ഒരാള്. സിംഗിൾ ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഷോർട്ട് പീരീഡിൽ ഒരു സിംഗിൾ സപ്ലയർ എടുത്തെടുക്കുന്നത്. ഓറൽ ടെൻഡർ എന്ന് പറഞ്ഞാൽ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് മുഖേന പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ മേടിപ്പിക്കുന്നത്. ഗ്ലോബൽ ടെൻഡർ ഈസ് ഇന്റർനാഷണലി എക്സിബിറ്റിംഗ്, ഇന്റർനാഷണലി നമ്മൾ മെഡിസിൻസിനെ മേടിക്കുന്നതിനാണ് പറയുന്നത്. കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ മ്യൂച്വൽ എഗ്രിമെന്റ് അല്ലെ, സപ്ലയറും ബയറും തമ്മിലുള്ള മ്യൂച്വൽ എഗ്രിമെന്റ് ആണ്. ഇതൊരു കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഓരോ മെഡിസിൻസിനും ഒരു കോഡ് ഇടും. പ്രോസസ് ഓഫ് അസൈനിങ് എ കോഡ് സിമ്പിൾ അല്ലെങ്കിൽ നമ്പർ ടു എ പർട്ടിക്കുലർ മെറ്റീരിയൽ ഫോർ ഈസി ഐഡന്റിഫിക്കേഷൻ, അതാണ് കോഡിഫിക്കേഷൻ. ആൽഫബറ്റിക്കൽ മെത്തേഡ് ഉണ്ട്, നിമോണിക് ഉണ്ട്, ന്യൂമറിക് മെത്തേഡ് ഉണ്ട്. കോമ്പിനേഷൻ ഉണ്ട്. ആൽഫബറ്റിക്കൽ ലെറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. നിമോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84
ആൻജൈന പെക്ടോറിസ്. അപ്പൊ ഓരോ ഡിസീസ് കണ്ടീഷനിൽ ഓരോ ഡ്രഗിന് ഒരു കോഡ് ഇടുക. ന്യൂമറിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്പർ കൊണ്ട് നോട്ട് ചെയ്യാൻ. എസിബിൾ ആണെങ്കിൽ 16.1 എന്നൊക്കെ പറഞ്ഞിടുക. ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിലോ 100 മുതൽ 200 റാക്കുവല് ടാബ്ലറ്റ്, 200 മുതൽ 300 വരെ പാരസെറ്റാമോൾ, അങ്ങനെ. ഓക്കെ. ദെൻ ലൊക്കേഷൻ കോഡിംഗ്. ലാസ്റ്റ് പണി പ്രൈസിങ് ഓഫ് മെറ്റീരിയൽ ഒന്നുമില്ല. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നൊരു മെത്തേഡ്. ആദ്യം വരുന്ന സാധനത്തിന് ആദ്യം നമ്മൾ കൊടുത്തു വിടും. ഓക്കെ. ആദ്യം വന്ന സാധനങ്ങൾ ഇപ്പം 2015 സാധനങ്ങൾ വന്നു, 2016 വന്നു. ആദ്യം 2015 തീർത്തതിനു ശേഷം മാത്രമേ 2016 സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആവറേജ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആദ്യം വന്നതിന് 50 രൂപ, രണ്ടാമത് വന്നതിന് 60 രൂപ, രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് അതിന്റെ മീൻ വാല്യൂ എടുക്കണം കൊടുക്കേണ്ടത്. റീപ്ലേസ്മെന്റ് പ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമല്ലോ. അത് എന്തെങ്കിലുമൊക്കെ ഇല്ലായ്മ വരുന്ന സമയത്ത് നമുക്ക് ഇത് കൂട്ടി കോസ്റ്റ് കൂട്ടി കൊടുക്കാം. ഇൻഫ്ലേഷൻ പ്രൈസ് വന്നു തന്നെ ഇൻക്രീസ് റേറ്റിൽ നമുക്ക് ഇത് സെയിൽ നടത്താനായിട്ട് പറ്റും. ഓക്കെ. ദെൻ വൺ മോർ, ബൾക്ക് ഡ്രഗ്സിന്റെ പ്രൈസ് കൺട്രോളിന്റെ ലീഗൽ റിക്വയർമെന്റ് PC ഈസ് ഈക്വൽ ടു PS into 1 + M/100. ഓക്കെ. അപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞ ഡ്രഗ് സ്റ്റോറും ഇൻവെന്ററി കൺട്രോളും. ഇനി നമുക്ക് ആ ഒരു അഡ്വർടൈസ്മെന്റ് പിന്നും കൂടെ എടുക്കാനുണ്ട്. 10 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തത്. 5:05 സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.